എന്തായാലും വിജിൻ ഗവർണറുടെ പിന്തുണയോടെ VC മോഹനൻ കുന്നുമൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അതുപോലെ തന്നെ സിൻഡിക്കേറ്റിന്റെ പിന്തുണയോടെ രജിസ്ട്രാർ KS അനിൽകുമാറും തന്നെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, തനിക്ക് ചുമതലയിൽ തുടരാം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് വലിയൊരു ഭരണ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോയൊരു പശ്ചാത്തലമുണ്ട്. എങ്ങനെയാണ് സർക്കാർ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്? സർക്കാരും ഇക്കാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള നിലപാടാണ് നിലവിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് നേരത്തെ ബിന്ദുവൊക്കെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ കൂടുതൽ കടുത്ത ആളാണ് അർലേക്കർ എന്ന കാര്യം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു നിയമപരമായ പോരാട്ടത്തിലേക്ക് തങ്ങൾ കടക്കേണ്ട ഘട്ടം വന്നാൽ മാത്രം കടക്കുക, അല്ലാതിരിക്കുമ്പോൾ ഗവർണറുടെയോ VCയുടെയോ ഒരു തരത്തിലുള്ള നടപടിയെയും പിന്തുണയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെയാണ് CPM അത്തരം നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം SFI സമരം നടത്തിയപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ സർവകലാശാലയിൽ എത്തുകയും ചെയ്തിരുന്നു. അത് നൽകുന്ന സൂചന ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സർക്കാർ തലത്തിലോ ഒപ്പം തന്നെ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് തലത്തിലോ വേണ്ട എന്നുള്ള കാര്യം, അത്തരം നിർദ്ദേശമൊക്കെ CPM നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് അങ്ങനെ ഒരു ഭരണപ്രതിസന്ധി മറ്റൊരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. സർക്കാർ രാജ്ഭവൻ പോരാട്ടത്തിന്റെ മറ്റൊരു ഭാഗമായിട്ടാണ് സർവകലാശാല ആസ്ഥാനവും കേരള സർവകലാശാലയും പൂർണ്ണമായും മാറിയത്. അതാണ് ഭാരതാംബ ചിത്രം ആദ്യം വെച്ചിരുന്നത് അത് രാജ്ഭവനിലായിരുന്നു. ആ രാജ്ഭവനിലെ ഭാരതാംബ ചിത്രം കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലേക്ക് എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കം, വിവാദം, വലിയ തരത്തിലുള്ള സംഘർഷം ഒക്കെയാണ് നിലവിൽ ഇപ്പോഴും നിലനിന്ന് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ RSSന്റെ തീരുമാനത്തിന് വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ സർക്കാർ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. CPM അതേ നിലപാടിലാണ്. കാരണം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഗവർണർക്ക് മുന്നിൽ വിട്ടുവീഴ്ചയ്ക്ക് നിന്നാൽ അത് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കും. ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് സാഹചര്യം ഒരുക്കും എന്നുള്ളതൊക്കെയാണ് നിലവിൽ CPM വിലയിരുത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗം, ക്യാബിനറ്റ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ഏത് തരത്തിൽ ഈ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും എന്നുള്ള ആലോചന നടത്തും. പക്ഷേ അത് ഗവർണർക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കില്ല എന്നുള്ളതാണ് നിലവിൽ CPM കേന്ദ്രങ്ങളിൽ നിന്നും ഒപ്പം തന്നെ ഭരണതലത്തിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നും കേരള സർവകലാശാല ആസ്ഥാനം പ്രതിഷേധ സംഘർഷമുഖരിതമാകും എന്നതിൽ സംശയമില്ല. കാരണം VC നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. രജിസ്ട്രാറുടെ സസ്പെൻഷനിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ്. എന്നാൽ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടില്ല, സിൻഡിക്കേറ്റ് ഇത് പിൻവലിച്ചിട്ടുണ്ട് എന്ന നിലപാടിൽ രജിസ്ട്രാർ KS അനിൽകുമാറും ഉറച്ചു നിൽക്കുന്നപ്പോൾ ഇനി എന്തൊക്കെ നാടകീയ സംഭവങ്ങളാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.